ഓക്കെ, നിങ്ങളുടെ ട്യൂട്ടോറിയൽ നോട്ട് എടുത്തോ. കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ തുടങ്ങി. കാണുന്നുണ്ടോ? ഞാൻ എഴുതിയെടുക്കാൻ നമ്പറും വാല്യൂസ് ഒക്കെ കാണുന്നുണ്ടോ? ഓക്കെ, എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. വാട്ട് ഈസ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് വെലോസിറ്റി 6.2 meter per second? What is the de Broglie wavelength associated with an electron moving with a velocity 6.2 meter per second? Value തന്നിട്ടുണ്ട്. Mass of electron is equal to 9.1 into 10 raised to minus 31 kilogram. And Planck's constant in a value തന്നിട്ടുണ്ട് 6.62 into 10 raised to minus 34 joule second. ഹലോ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എഴുതിയെടുക്കണം ട്യൂട്ടോറിയൽ നോട്ടിൽ. 11 ആളെ ഉള്ളല്ലോ, എന്താ കുറച്ചാൾക്ക് വരാൻ കുറച്ച് വൈകി. What is the de Broglie wavelength associated with an electron moving with velocity 6.2 meter per second? So നമുക്കറിയാം de Broglie wavelength lambda is equal to h by m v. ഇവിടെ m തന്നിട്ടുണ്ട്, h തന്നിട്ടുണ്ട്. ഓൾസോ വെലോസിറ്റി v is given. v is equal to 6.2 meter per second. So that means de Broglie wavelength lambda is equal to h by m v. So h എന്താ? hന്റെ വാല്യൂ എന്താ? 6.62 into 10 raised to minus 34 divided by mass. Electron mass 9.1 into 10 raised to minus 31 into velocity. And the velocity 6.2. സോ നിങ്ങൾ ചെയ്യുക, ഉത്തരം പറഞ്ഞു തരിക. ഇതാണ് ലാംഡ, ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. So question, what is the de Broglie wavelength associated with an electron moving with velocity 6.2 meter per second? Direct substitution ആണ്. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷനിൽ h എന്ന് പറയുന്നത് എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം ഇറ്റ് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ആണെന്നറിയാം. v is velocity and what is m? m എന്ന് പറയുന്നത് മാസ് ആണ്. m is the mass. സോ ഇതൊക്കെ തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ഉത്തരം? എന്താ ബിദിൽ രാജ്, എന്താ ഉത്തരം കിട്ടുന്നത്? പെട്ടെന്ന്.
ആർക്കെങ്കിലും ഉത്തരം കിട്ടിയാ? ദേവ് കിരൺ ഉണ്ടോ? സർ. ഉത്തരം കിട്ടിയാ? 0.00017 മീറ്റർ. യാ, കറക്റ്റ് ഉത്തരമാണ്. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും കിട്ടിയാ? നന്ദന തിരിച്ച് ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല. ഓക്കെ. സോ എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ വൈകി വന്ന് അജയ് ഷാജി ഒക്കെ വൈകിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. സോ എഴുതിയെടുക്കുക. അജയ് കേൾക്കുന്നുണ്ടോ? അജയ് ഉണ്ട് സാർ. എഴുതിയെടുത്താ? ഇല്ല സാർ, എഴുതിയെടുക്കാം. എടുക്ക്. നാളെ എനിക്ക് നിങ്ങളെ ക്ലാസ് വരുമ്പോൾ നോട്ടിൽ ഈ സാധനം കാണണം, ഇല്ലെങ്കിൽ അപ്പം പറയും. സോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് ലാംഡ h/mv. അപ്പോൾ നിങ്ങൾക്ക് മൊമെൻറ്റം തരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മാസ് വെലോസിറ്റി തരാം. സോ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. h 6.62 × 10⁻³ ജൂൾ സെക്കൻഡ്. ഇത് പഠിച്ചു വെക്കണം, കാരണം ഇത് എക്സാമിന് തരണമെന്നില്ല. മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് ആണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് മാസ് ഓഫ് ഇലക്ട്രോണും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ. സോ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി ഇലക്ട്രോണിന്റെ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? ഈസ് ഈക്വൽ ടു 1.6 × 10⁻19 കൂളംസ്. സോ ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോണിന്റെ മാസ് ഓഫ് പ്രോട്ടോൺ, മാസ് ഓഫ് ന്യൂട്രോൺ, വാട്ട് ഇസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ പോലും അറിയാത്ത ആൾക്കാരായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വാട്ട് ഇസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്? സി. വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? ശ്രീകാന്ത്, വെലോസിറ്റി ഓഫ് ലൈറ്റ് സി എത്രയായിരുന്നു? 3.2 × 10⁻8. എന്ത് 3.2 അല്ലെങ്കിൽ 3 × 10⁻8? 10⁻8. 8 എന്താ? മീറ്റർ പെർ സെക്കൻഡ്. സോ ഇതുള്ള കോൺസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ പഠിച്ചു വെക്കുക, കാരണം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്, നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അജയ് എഴുതിയെടുത്താ? നിന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അവിടെ എഴുതിയെടുക്കുന്നുണ്ടാ? നിനക്ക് വേണ്ടി ഇത്ര വെയിറ്റ് ചെയ്തിട്ട്. അജയ് ഉണ്ട് സാർ, എഴുതിയെടുത്തു. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം ക്വസ്റ്റ്യൻ ആണ്, അതേപോലത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പ്രോട്ടോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു 1/10th ഓഫ് c, where c is the velocity of light. എഴുതിയെടുത്തോ. Calculate the de Broglie wavelength associated with a proton moving with a velocity equal to 1/10th of c, where c, what is c? c is the velocity of light. നേരത്തെ ഈ പറഞ്ഞ ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിന്റെ വെലോസിറ്റി തന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇലക്ട്രോണിന്റെ വെലോസിറ്റി, ഇറ്റ് ഈസ് ദ 1/10th ഓഫ് c, അതായത് ലൈറ്റിന്റെ വെലോസിറ്റിയുടെ 10⁻1, 1/10th ഓഫ് c. സോ നിങ്ങൾ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് ലാംഡ. സോ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ചെയ്യുക. ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് is lambda is equal to h/mv. m mass, v velocity. h എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ ഇതിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എഴുതിയ വാല്യൂ തന്നെ എടുക്കുക. എന്താ? h is equal to. സോ എല്ലാ ക്വസ്റ്റ്യനിലും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ തരണമെന്നില്ല. സോ 6.62 അല്ലെങ്കിൽ 63 × 10⁻34 ജൂൾ സെക്കൻഡ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ആൻസർ ചെയ്യുക.
സോ ഇതിന്റെ ആൻസർ എനിക്ക് പാർവൺ പറഞ്ഞു തരും. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ കാണാത്ത ഇതിൽ നമുക്ക് ഏതൊക്കെയുള്ള വെലോസിറ്റി, മാസ് ഉണ്ട്, മാസ് തന്നിട്ടുണ്ട്, പ്രോട്ടോണിന്റെ മാസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എം തന്നിട്ടുണ്ട് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം തന്നിട്ടുണ്ട്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാം. വി തന്നിട്ടില്ല. വി എന്താ പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് 1/10 ഓഫ് സി, അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ 10⁻1. സോ 1/10 ഓഫ് സി എന്ന് പറയുമ്പോൾ 1/10 ഇൻറ്റു സി. സിയുടെ വാല്യൂ എന്താ? വാട്ട് ഈസ് വാല്യൂ ഓഫ് സി? 3 ഇൻറ്റു 10⁸8. സോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? 1/10 ഇൻറ്റു 3 ഇൻറ്റു 10⁸8. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ലാംഡ ഈസ് ഈക്വൽ ടു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു എച്ചിന് പകരം എച്ച് ബൈ എം വി, എച്ചിന് പകരം 6.62 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ്. ഈ ഒരു കേസിൽ നമ്മുടെ പാർട്ടിക്കിൾ ഏതാ? മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ? 1.67 ഇൻറ്റു 10⁻⁻27. ഓക്കെ, ഈ പ്രോട്ടോണിന്റെ വെലോസിറ്റി എത്രയാ? 1/10 ഓഫ് സി ആണ്, അല്ലെങ്കിൽ ഇൻറ്റു 1/10 ഇൻറ്റു 3 ഇൻറ്റു 10⁻10. So what is the answer? സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഈ പ്രോബ്ലം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും ഡൗട്ടോ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഓക്കെ. സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. മാസ് എം എന്ന് പറഞ്ഞാൽ എന്താ? ആ പാർട്ടിക്കിളിന്റെ മാസ്. വി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. 6.62 ഇൻറ്റു 10⁻⁻34. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ പാർട്ടിക്കിൾ എന്താണ്? പ്രോട്ടോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. അതിന്റെ വെലോസിറ്റി വി എന്താ തന്നിട്ടുള്ളത്? തന്നിട്ടില്ല ഡയറക്റ്റ്. പറഞ്ഞിരിക്കുന്നത് 1/10 ഓഫ് സി എന്നാണ്. അതായത് പ്രകാശ വേഗതയുടെ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ 1/10 ആണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1/10 ഓഫ് സി എന്ന് പറഞ്ഞാൽ 1/10 ഇൻറ്റു എന്താണ് പ്രകാശ വേഗത? 3 ഇൻറ്റു 10⁻8. വി എന്ന് പറയുന്നത് എന്താ? 1/10 ഇൻറ്റു 3 ഇൻറ്റു 10⁻8, അല്ലെങ്കിൽ എന്താ? 3 ഇൻറ്റു 10⁻8 ബൈ 10 എന്ന് പറയുന്നത് 10⁻7 മീറ്റർ പെർ സെക്കൻഡ് ആണ് വി. ആ വി എന്ത് ചെയ്യാം? വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക, മാസിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ലാംഡ കിട്ടൂലേ? ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ? മനസ്സിലായില്ലേ പാർവണ? ഓക്കെ ഓക്കെ.
പാർവണ ചെയ്തോ? ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. പാർവണ, നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നീ ഉത്തരം പറയാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കാതെ ചെയ്യുക. ഓക്കെ, മിനിമം ശ്രമിക്കുക. ഒരു ഇക്വേഷൻ ഒന്നും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന്റെ എമ്മിന്റെ വൺ പോയിന്റ് ത്രീ ടു. എന്താ ഉത്തരം പറയുന്നതാണോ? അല്ല, 1.32 into 10⁻⁻14. അല്ല, തെറ്റാണ്. വേറെ ആർക്കാ? നന്ദനക്ക് എന്താ ഉത്തരം കിട്ടിയേ? എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്താ കിട്ടാതെ? കാൽക്കുലേറ്റർ ഇല്ലേ? ഉണ്ട്. പിന്നെന്തേ? വേറെന്തെല്ലോ ആൻസറാ വരുന്നു. ആൻസർ പറ. ഇല്ല, ഇതിനകത്ത് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ആകാശ് 1.37 ആ കിട്ടുന്നത്. എനിക്ക് 11.89 ആയിരുന്നു. എത്ര പ്രത്യേകം? എത്ര? 11.89. 11.89 into 10 raised to 10 ഇവിടെ കാണിക്കുന്നു. ഞാൻ ചെയ്ത് ബിദിൽ രാജ്, നിനക്ക് എത്ര കിട്ടുന്നത്? 1.32 into 10⁻⁻14. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബ്ലം സെക്ഷനിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്തിട്ടില്ല, ഉത്തരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്തോ ശരിയാണ്. ഞാനും ചെയ്യുമ്പോൾ 1.32 into 10⁻⁻14 ആണ് കിട്ടുന്നത്. സോ അത് തന്നെയായിരിക്കും ഉത്തരം. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്താൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. സോ ഉത്തരം കിട്ടുന്നത് 1.32 into 10⁻⁻14 മീറ്റർ ആണ്. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്നായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എഴുതിയെടുത്തോ. Calculate the momentum of an electron having de Broglie wavelength of 3.2 angstrom. So mass of electron ഞാൻ തരാം. Mass of electron is 9.1 into 10⁻⁻31 kilogram. Planck's constant in the value h is equal to 6.62 into 10⁻⁻34 joule second.
So calculate the momentum of an electron having de Broglie wavelength of 3.2 Armstrong. Question എഴുതിയെടുക്കുക. അതാണ് പറഞ്ഞത്. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താ ഇലക്ട്രോണിന്റെ മാസം തന്നിട്ടില്ല, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂവും തന്നിട്ടില്ല. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അറിയില്ലെങ്കിൽ ഈ പ്രോബ്ലം സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ ഈ വാല്യൂ ഒന്നും അറിയില്ലെങ്കിൽ പ്രശ്നമാവും. സോ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റൻസിൻ്റെയും മാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. സോ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സോൾവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. So we know that de Broglie wavelength lambda is equal to എന്താണ് h by mv അല്ലെങ്കിൽ h by p എന്നറിയാം, where lambda is the de Broglie wavelength. De Broglie wavelength, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, p എന്ന് പറയുന്നത് എന്താ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ. നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ് p, മൊമെന്റം ഓഫ് ദി പാർട്ടിക്കിൾ. സോ ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ p. ഇതിൽ നിന്ന് p എന്ന് പറയുന്നത് എന്താ? സോ ഫ്രം ദിസ് ഇക്വേഷൻ p ഈസ് ഈക്വൽ ടു h ബൈ ലാംഡ. സോ ചോദിച്ചിരിക്കുന്ന മൊമെന്റം ആണ്, ഒരു ഇലക്ട്രോണിന്റെ മൊമെന്റം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് മാസ് നമുക്ക് ആവശ്യമില്ല. സോ ഡയറക്ട്ലി വി ക്യാൻ സേ പി ഈസ് ഈക്വൽ ടു ഈ ഒരു ഡി ബ്രോഗ്ലി വേവ് ഹൈപ്പോത്തസിസിൽ നിന്നും അല്ലെങ്കിൽ ഫ്രം ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ നിന്നും ലാംഡ ഈസ് ഈക്വൽ എച്ച് ബൈ പി. സോ മൊമെന്റം പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. ലാംഡ തന്നിട്ടുണ്ട്, എന്താ വാട്ട് ഈസ് ഗിവൺ? ലാംഡ ഈസ് ഗിവൺ അസ് 3.2 ആംസ്ട്രോങ് അല്ലെങ്കിൽ 3.2 ഇൻറ്റു 10⁻⁻10 മീറ്റർ. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. സോ ഇത് രണ്ടും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഉത്തരം കണ്ടുപിടിക്കുക. ചെയ്തു, ഒന്ന് നോക്കണ്ട, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ. ഇതാണ്, ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണെങ്കിൽ പി എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പി എന്ന് പറയുന്നത് എച്ച് ബൈ ലാംഡ ആയിരിക്കും. എച്ചിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, ലാംഡയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. മറക്കരുത് ആംസ്ട്രോങ്ങിനെ മീറ്ററിലേക്ക് മാറ്റുക. എനിക്ക് അജയ് ഷാജി ഇതിന് ഉത്തരം പറഞ്ഞുതരും. അജയ് കേൾക്കുന്നില്ല? അജയ് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഇതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക.
കിട്ടിയ അജയ് ഉത്തരം കിട്ടിയ? Uh, 1.13 into 10 raised to minus 24. ഇല്ലടാ, തെറ്റാണ്. വൈഷ്ണവ് ഉത്തരം കിട്ടിയ? ഇല്ല സാർ. എന്താ കിട്ടാത്ത? പ്രത്യൂഷ് എത്ര ഉത്തരം? 2.06 into 10 raised to minus 34 ആയിട്ട്. 34 ആണോ? വേറെ ആരുള്ള? അഭിറാമേ എത്ര ഉത്തരം കിട്ടെ? അഭിറാം. അത് 2.06 into 10 raised to minus 24 ആണ് വരുന്നത്. അതാണ് ഉത്തരം. ഇവിടെ ടെക്സ്റ്റിൽ ആ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. 2.07 into 10 raised to minus 24 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആൻസർ ഉണ്ട്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഇപ്പൊ അബ്രാം പറഞ്ഞ ഉത്തരമാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടുള്ളത്. 2.07 into 10 raised to minus 24 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ നിങ്ങൾ പലരും സീരിയസ് എക്സാം ഒക്കെ എഴുതുമ്പം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയാത്തതിന്റെ പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്. കാരണം ചെയ്തു നോക്കും, നമുക്ക് ചെയ്താൽ കിട്ടുന്ന ഉത്തരവല്ല നിങ്ങൾക്ക് ചെയ്യുന്നത്. സോ കറക്റ്റായിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുക. 10 റൈസ് ചെയ്യുമ്പം കറക്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എഴുതാം. Calculate the wavelength of an electron with energy 1000 electron volt. Calculate the wavelength of an electron with an energy 1000 electron volt. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ? എനർജി, ഇലക്ട്രോണിന്റെ എനർജി മാത്രമേ തന്നിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ വിത്ത് ആൻ എനർജി 1000 ഇലക്ട്രോൺ വോൾട്ട്. നമുക്കറിയാവുന്ന കാര്യം എന്താ? വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ? From de Broglie's wave hypothesis, lambda is equal to h/mv. പക്ഷെ നമുക്കിവിടെ എന്താ? മാസും തന്നിട്ടില്ല, വെലോസിറ്റിയും തന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അറിയാം, ഇഫ് വി നോ മാസ് ഓഫ് ഇലക്ട്രോൺ എന്താ 9.1 into 10 raised to minus 31 കിലോഗ്രാം ആണെന്നൊക്കെ അറിയാം. Now what is energy? എനർജി എന്ന് പറഞ്ഞാൽ എന്താ? What is energy is equal to half mv square. ആരുടേത്? എന്താ ചോദിച്ചേ? സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനർജി ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2e/m. ശരിയല്ലേ? E is equal to half mv square. അതിൻ്റെ അർത്ഥം എന്താ? v square is equal to 2നെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 2e/m. ഇതിൻ്റെ അർത്ഥം വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2e/m. E തന്നിട്ടുണ്ട്. E എന്താ തന്നിട്ടുള്ളത്? എനർജി തന്നിട്ടുണ്ട്. എനർജി is given 1000 electron volt. എനർജി is given 1000 electron volt തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ട് ഒരു SI യൂണിറ്റ് അല്ല, ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി നോ ദാറ്റ് 1 electron volt is equal to
1.6 into 10 raised to minus 19 joules. 1 electron volt equal to 1.6 into 10 raised to minus 19 joules ആണെന്ന് അറിയാം. സോ ഒരു ഇലക്ട്രോൺ വോൾട്ട് 1.6 into 10 raised to minus 19 joules ആണെങ്കിൽ 1000 ഇലക്ട്രോൺ വോൾട്ട് എത്ര എനർജി ആയിരിക്കും? എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ എനർജി ഇൻ ജൂൾസ് കണ്ടുപിടിക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി ഈസ് റൂട്ട് ഓഫ് 2E/mE. അതെങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ പറഞ്ഞത്. എനർജി എന്ന് പറയുന്നത് എന്താ? ഹാഫ് mv² ആണ്. അല്ലെങ്കിൽ v², ഇത് ജസ്റ്റ് റീഅറേഞ്ച്, ആൾജിബ്രൈക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v ഈസ് റൂട്ട് 2E/m. ശ്രീകാന്ത് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? ആ കാൽക്കുലേറ്റർ അടിച്ചോണ്ടിരിക്കുന്നു. ആൻസർ കണ്ടുപിടിക്കുന്ന കിട്ടിയാ? വെലോസിറ്റി കിട്ടിയാ? ഇല്ല, ചെയ്യുന്നേക്കൂ. ശരി. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറ, ഒന്നും കൂടി പറഞ്ഞുതരാം. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, h/mv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ കിട്ടും. സോ എനർജീനെ ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് ജൂൾസിലേക്ക് മാറ്റാൻ അറിയണം. സാധാരണ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രോൺ വോൾട്ടിലാണ് എനർജി തരിക. സോ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ്. സോ 1000 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എനർജി ഇൻ ജൂൾസ് ആണെങ്കിൽ 1000 × 1.6 × 10⁻⁻19 ആണ് ജൂൾസ്. സോ ഇത് 10⁻³ ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ 10⁻³ × 10⁻⁻19. That is 1.6 × 10⁻⁻16 joules energy. E is equal to 1.6 × 10⁻⁻16 joules. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. എനർജിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. എന്താ മാസ് ഓഫ് ഇലക്ട്രോൺ? 9.1 × 10⁻31 കിലോഗ്രാം ടു E/m. അപ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷനിൽ കൊടുത്തിട്ട് ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ആകാശ് എത്ര? വെലോസിറ്റി എത്രയാണ്? ആകാശ് 3.516 × 10⁻14 അല്ലേ? 3.516 × 10⁻14 10⁻14 ആണ്. അല്ലേ? 10⁻−14 ആണോ 14 ആണോ? ഒറ്റ മിനിറ്റ് അടിച്ചു നോക്കട്ടെ. -1 തോന്നുന്നു.
മൈനസ് ആണ്, കാരണം എനർജി 10⁻⁻16 എന്ന് പറയുന്ന ടേം ന്യൂമറേറ്ററാണ്. സോ എന്തായാലും ഇത്രയും വലിയ വാല്യൂ. പിന്നെ ഇത് ലോജിക്കലി ഇമ്പോസിബിൾ ആണ്. നമുക്ക് അത് ലൈറ്റിന്റെ എഴുതുമ്പോ മൈനസ് കിട്ടുമല്ലോ. ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ ആണ്. അതിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ ഇലക്ട്രോണിനല്ല ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റൂല. സോ ഇതാണോ, ഇത് തന്നെയാണ് ഉത്തരം കിട്ടുന്നത്? നന്ദന, ശ്രീകാന്ത്, ശ്രീകാന്ത് ഇതാണോ ഉത്തരം കിട്ടുന്നത്? അല്ല നമുക്ക് നിനക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? ഒന്നുകൂടി അടിച്ചോട്ടെ, 1 മിനിറ്റ്. എത്ര ശ്രീകാന്ത് എത്ര കിട്ടുന്നത്? ബാക്കി ചെയ്യണ്ടേ, ലാംഡ ആണ് കണ്ടുപിടിക്കണ്ടേ. ബി എത്ര കിട്ടിയെന്ന് പറ. ഈ 3.5 × 10⁻⁻14. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ ബി കിട്ടിക്കഴിഞ്ഞാൽ ലാംഡ കണ്ടുപിടിച്ചോ. ലാംഡ എന്ന് പറയുന്നത് എന്താ? h/mv. ലാംഡ = h അറിയാം, m അറിയാം, v അറിയാം. സോ h/mv, ദാറ്റ് ഈസ് h/mv എന്ന് പറയുമ്പം ലാംഡ hന്റെ വാല്യൂ 6.62 × 10⁻34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. നമ്മൾ ഇലക്ട്രോണെ കുറിച്ചാണ് പറയുന്നത്. സോ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി കണ്ടുപിടിച്ചു. എത്ര? 3.51 × 10⁻14. എത്ര കിട്ടുന്നത് നോക്കുക. സോ ഈ മാസ് എന്ന് പറയുന്നതിന്റെ റേഞ്ച് 10⁻31. ഇതിന്റെ റേഞ്ച് എനർജി നമ്മൾ എത്ര? 10⁻16. ആകാശേ, നിനക്ക് ഉറപ്പ് തന്നെയാണോ അത് മൈനസ് ആണെന്ന്? 10⁻⁻ തന്നെയാണെന്ന് ഉറപ്പാണോ? ആകാശ്, പ്രദീപ്, എല്ലാരും പോയി. 10⁻⁻14 തന്നെയാണോ? ആയിരിക്കും. എനിക്ക് തോന്നുന്നു 10⁻+14 തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എനക്കും +14 ആയിരുന്നു. ഓക്കെ, +14 കൊടുക്കുക. അതിന്റെ ലോജിക്ക് നോക്കണ്ട, വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. സോ +14. ഓക്കെ, 3:40 അല്ലേ ക്ലാസ് ടൈം പറഞ്ഞ? ഓക്കെ, അപ്പൊ നാളെ വരുമ്പോഴത്തേക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞു. 1 2 3 4 5 6 7